Mummy Peripeti എന്നുള്ള ഒരാളാണ്. And so she also studied at Randi College. So great to be here. With that, എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. നമ്മുടെ കേരളത്തിനും മണ്ണിനും മനുഷ്യർക്കും അഭിവാദ്യങ്ങൾ. ഈ മണ്ണിൻ്റെ സൗന്ദര്യവും സമ്പന്നമായ സംസ്കാരവും എന്നും നിലനിൽക്കട്ടെ. കേരളത്തിൽ ജനിച്ചും മലയാളിയായി ജനിച്ചും അതിയായ അഭിമാനം എനിക്ക് തോന്നുന്നു. നമുക്ക് അഭിമാനമുള്ള നമ്മുടെ കേരളത്തിന് ജന്മദിനാശംസകൾ. താങ്ക് യു ജൂലി മാത്യു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ റാന്നിയുടെ കൊച്ചുമകളാണ്. ഇത് ഈ ഒരു ബന്ധം ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു റാന്നിക്കാർക്ക് പോലും അറിയില്ല എന്ന് തോന്നുന്നു. അറിയാൻ പറ്റും. പക്ഷെ അവർ കുറച്ച് പേരുണ്ട് അറിയാതെ. എനിവേ, അടുത്തത് ചീഫ് ഗസ്റ്റിന്റെ അഡ്രസ്സാണ്. ചീഫ് ഗസ്റ്റ് എന്നത് ഇവര് നമ്മൾ ജഡ്ജസും മേയേഴ്സും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് HR സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ തീരുമാനിച്ചത് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ, the one and only captain in Fulton County, the one and only captain in Texas എന്ന് പറയാം. മലയാളിയായിട്ട് ആദ്യമായിട്ട് ക്യാപ്റ്റൻ റാങ്കിലെത്തിയ നമ്മുടെ സ്വന്തം മനോജ് കുമാർ കുപ്പാറയിലാണ്. വെൽക്കം സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കേരള പിറവിയായിട്ട് ആദ്യ ആഴ്ച തന്നെ കേരളത്തിൽ ഇവിടെ കൂടാൻ പറ്റിയത് ഞാൻ റാന്നി അസോസിയേഷനിൽ എല്ലാവരും നന്ദി പറയുകയാണ്. 2 മാസം മുമ്പ് എൻ്റെ പ്ലാനിങ് തുടങ്ങിയിരുന്നു. ജീവൻ ചേട്ടനും ജിൻസും വിനോദെല്ലാം എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനൊരു പരിപാടി വരുന്നുണ്ട്, സംബന്ധിക്കണം എന്നുള്ളത്. ഞാൻ സന്തോഷപൂർവ്വം സംബന്ധിച്ചു. എന്താ പറയുക, കേരളത്തിൻ്റെ ഒരു ഫീൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ പോയിട്ട് വന്നേയുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞ സുന്ദര സ്വപ്നങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് അതൊന്നും അല്ലാട്ടോ ഇപ്പം ഞാൻ അനുഭവിച്ചിട്ട് വന്നതാണ്. എന്തൊക്കെയായാലും നമ്മുടെ സ്ഥലം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. സത്യം തന്നെയാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് പാലഴിയണം ചേരഴിയണം എന്നൊക്കെ. ഞാനിപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു സ്ഥലം വിൽക്കാൻ പോയതാണ്. അത് വിൽക്കാൻ പെട്ട പാഠം എന്താണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. എന്തെങ്കിലും ആവട്ടെ, കാട്ടയ്ക്ക് താൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വന്തം നാടാണല്ലോ, നമുക്കെപ്പോഴും പ്രിയപ്പെട്ട തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഇനി നമ്മളെല്ലാവരും ഇവിടുത്തെ ഭൂരിഭാഗം ഇവിടെ സിറ്റിസണാണ്, ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് നവംബർ, ഡിസംബർ, ജാനുവരി ആ മാസങ്ങളിലാണ് അമേരിക്കയിൽ, പ്രത്യേകിച്ച് ഈ മിസോസിറ്റി, ഷുഗർലാൻഡ്, സ്റ്റാഫോർഡ് തുടങ്ങിയ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ റോബറി, ബർഗ്ലറി തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ പർച്ചേസിങ്ങിന് ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതും അങ്ങനെയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ശ്രദ്ധിക്കുക, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, കഴിയുന്നതും വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ ഈ പിള്ളേർ ഉണ്ട്, പിള്ളേരുള്ളവർ പാർട്ടിക്ക് പോകണം, അതാണ് കാരണം വരെ വിചാരിക്കുക എങ്ങനെയെങ്കിലും കുറച്ച് നേരം ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഒരു 17 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൂലിയെടുക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ ഒപ്പം തന്നെ അതും എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് ചാടി പുറത്തേക്ക് ഇറങ്ങാതെ ചുറ്റുപാടൊന്നും വീക്ഷിക്കുക. ആരെങ്കിലുമൊക്കെ പതുങ്ങി നിൽക്കണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് അമേരിക്കയിൽ ജീവിക്കേണ്ട ഒരു സമയമാണ് ഈ 3 മാസം. അത് ശരിക്കും ഫെബ്രുവരി വരെ പോവാം, പക്ഷെ ജാനുവരി വരെ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ വീടുകളിലായാൽ തന്നെ ആരെങ്കിലും വന്ന് ഡോറിൽ മുട്ടി എന്തെങ്കിലും പാക്കറ്റായിട്ട് വന്നാൽ, നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനമാണെങ്കിൽ പോലും ആരും ഡോർ തുറന്ന് പെട്ടെന്ന് അത് ഡോർ തുറന്ന് അവരിതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ റാന്നി അസോസിയേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 16 വർഷമായെന്ന് പറയും. ഇപ്പോഴാണ് ഉള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അപ്പോൾ ഇതുപോലെയുള്ള അസോസിയേഷനുകൾ ആളുകൾ ചിലരിങ്ങനെ കളിയാക്കി പറയും, ഇപ്പോൾ ഒരുപാട് അസോസിയേഷനുണ്ട്, അസോസിയേഷൻ മുട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ കമൻസ് പറയും. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഇതുപോലുള്ള അസോസിയേഷനുകൾ അത്യാവശ്യമാണ് ഇനിയുള്ള ഒരു ജനറേഷൻ സംബന്ധിച്ചുള്ളൂ. കാരണം നമുക്ക് ഇത് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു സിറ്റിസണാണ്, നിങ്ങൾ സിറ്റിസണാണ്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വരുത്തത് തന്നെയാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും? ഒരാളെ കാണാനില്ല, എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു വണ്ടി പെട്ടെന്ന് തട്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോലീസിനെ വിളിക്കുന്നത്, പോലീസ് വരുന്നില്ല, എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അസോസിയേഷനുകളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നമ്പർ ഷെയർ
ഈ കൊല്ലം എന്നുള്ള അവസരം ഉണ്ടായി. അപ്പോൾ ഒരുപാട് പരിപാടികൾ പങ്കെടുത്തപ്പോൾ ഞാൻ നോട്ട് ചെയ്ത വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പിള്ളേർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് 12 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താതെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ചെയ്യിക്കുക. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും പറയണം. അപ്പോൾ ഇതിനെ എന്നെ വിളിച്ചതിന് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. മുന്നോട്ട് പോട്ടെ. ആയിരുന്നു. താങ്ക് യു. Thank you so much for the beautiful message, Captain Manoj Kumar Purahe. കേരളപ്പിറവി ആശംസകളോടൊപ്പം തന്നെ നിയമത്തിൻ്റെ വശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ സാറിനോട് ഒരു പ്രത്യേക കേരളപ്പിറവി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. നാളെ പുറത്തുവച്ച് കണ്ടു കഴിഞ്ഞാൽ വേറെ വേഷമായിരിക്കും. ഇനി താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് ഒരു കൊച്ചു മിടുക്കി ഒരു പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടിയുടെ പേര് കെസ്പിയ സജു എന്നാണ്. ബഹുമാനായ അധ്യക്ഷൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഹ്യൂസ്റ്റണിലെ ഏത് മലയാളി പരിപാടിയിലും ഒരു മലയാള പ്രസംഗത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു പേരാണ് ജീമോൻ റാന്നി. നമ്മളുടെ റാന്നി അസോസിയേഷൻ്റെ സ്ഥാപകനൊക്കെ ആയിട്ടുള്ള അദ്ദേഹം. പക്ഷെ ഇന്ന് റാന്നി അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നിയത് ജീവന് വളരെ ശക്തരായ എതിരാളികൾ റാന്നിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. മലയാളികൾക്ക് ഒരു വലിയ പ്രാസംഗിക കഥയുടെ ഒരുപാട് ഭാവി ഹ്യൂസ്റ്റണിൽ ഉണ്ട് എന്നാണ്. അത് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്ഥാനത്തിനും ഹ്യൂസ്റ്റണിലെ മലയാളികൾക്കും റാന്നി മലയാളികൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പിറവി ആഘോഷിക്കുമ്പോൾ കേരളത്തോടൊപ്പം പിറവി കൊണ്ട മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ എല്ലാ രംഗത്തും ഒരു വലിയ കുതിപ്പ്. ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാലും കേരളത്തിൻ്റെ വികസനം ഒരു പ്രഥമ പരിഗണനയോടുകൂടി കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ സാമൂഹ്യ ചുറ്റുപാടിൻ്റെ പരിരക്ഷ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും നമ്മുടെ സംസ്ഥാനം ഭരിച്ച വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാരൊക്കെ ഒരു വലിയ ശ്രദ്ധ പതിപ്പിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ലോകത്തിനാകെ മാതൃകയാവുന്ന ഒരു നിലയിലേക്ക് കേരളം മാറിയത്. അമേരിക്കയിലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിന്റെ പാഠ്യപദ്ധതിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അത് ഇന്നൊരു പാഠ്യപുസ്തകമാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹത്തിന് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് യാതൊരു താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പകരം വെക്കാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കണ്ടുപിടിക്കാൻ അദ്ദേഹം ലോകം ചുറ്റുകയായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തു. അതിന് പകരം വെക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലായി. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പോയി. അതൊന്നും ഇതിന് പകരം വെക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പോയി അവിടുത്തെ സാമ്പത്തിക ചുറ്റുപാടുകൾ പഠിച്ച് അതൊന്നും അമേരിക്കയുടെ സാമ്പത്തിക പദ്ധതിക്ക് പകരം വെക്കാവുന്ന ഒരു സാമ്പത്തിക ക്രമമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവസാനം സഞ്ചരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ സന്ദർശിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിച്ച് ഇതും ഞാൻ നോക്കിക്കാണുന്ന, ഞാൻ അന്വേഷിച്ച് നടത്തുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയല്ല ഇവിടെയും ഉള്ളത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് വരാൻ പോകുമ്പോഴാണ് ആരോ അദ്ദേഹത്തോട് പറഞ്ഞത് ഒന്ന് കേരളം സന്ദർശിക്കൂ എന്ന്. ഇത് നടക്കുന്നത് 1991 കേരളത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി എന്ന ഒരു പുതിയ സാമ്പത്തിക പദ്ധതി നടപ്പിലാക്കുന്ന
ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഞാൻ കണ്ടു. അത് ഇന്ത്യയിലെ കേരളം എന്ന ഒരു വളരെ ചെറിയ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികളായാൽ പോലും അവിടെ ജനങ്ങളുടെ സതുദ്ദേശത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ വളരെ മൈക്രോ എക്കണോമിക്സ് എന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കുന്ന ലോകത്തിലെ ഏക ചെറിയൊരു പ്രദേശമാണ് കേരളം. അതൊരു മാതൃകയാക്കേണ്ടതാണ് എന്നാണ്. അത് ശരിയോ തെറ്റോ എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ കാര്യത്തിലായാലും നോക്കിക്കാണുന്ന ഒരു ചെറിയ പ്രദേശമായി ഈ കൊച്ചു കേരളം വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയേറെ ഉന്നതിയിലേക്ക് എത്താൻ പറ്റിയ ഒരു മറ്റൊരു ഭൂപ്രദേശം ഈ ലോകത്തുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്ന ഒരുപാട് അസോസിയേഷനുകളിൽ ഒന്നാണ് റാന്നി. കേരളത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഒരു ചെറിയ പ്രയാസം രൂപപ്പെടുമ്പോൾ 10-എങ്കിൽ 10, 100-എങ്കിൽ 100 നമ്മളുടെ മെമ്പർഷിപ്പൊക്കെ ഒന്നിച്ചു ചേരുകയാണ് അവിടെ സഹായം എത്തിക്കാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ റാന്നിയിൽ ഒരു പ്രളയമുണ്ടായപ്പോൾ, വയനാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ലോകത്തിലാകമാനമുള്ള മലയാളികൾ ഒരു മനസ്സായി മറ്റൊക്കെ മാറ്റിവെച്ച് ഒരു മനസ്സായി പ്രവർത്തിക്കുന്ന അതൊരു വലിയ അമൂല്യമായ നിധിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ആ നിധി നമുക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് കാലത്തേക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലാകമാനമുള്ള മലയാളികൾക്ക് ഈ മനസ്സും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയും ഇനിയും ഒരുപാട് നാൾ കൊണ്ടുവരാൻ നമ്മുടെ പിൻതലമുറയ്ക്കും ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും അതുപോലുള്ള ഒരു ഉന്മാദം കേരളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകണം എന്ന ഒരാഗ്രഹമാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മലയാളികളാണ്. മലയാളികൾ എവിടെ പോയാലും ആ പോകുന്ന സ്ഥലത്ത് അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും മലയാളികൾ എല്ലാ മേഖലയിലും വ്യാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഹ്യൂസ്റ്റൺ അതിന്റെ ഒരു വളരെ നിഷ്ഠാന്തമായ ഒരു ഉദാഹരണമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്സസിലാകെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മിസൂറി സിറ്റിയിലാണ്. മിസൂറി സിറ്റിയിൽ ഒരു മലയാളി മത്സരിക്കുകയാണ്. ഏർലി വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ആ ഒരു ദിവസം മാത്രമേ വോട്ടുള്ളൂ. അതടുത്ത ചൊവ്വാഴ്ചയാണ്. ഏതെങ്കിലും മലയാളി വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾക്ക് ഒരുപാട് കാലം നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുകയായിരുന്നു മലയാളികളായ 5 ആളുകൾ ഈ ഹ്യൂസ്റ്റണിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന്. മലയാളികളുടെ അഭിമാനമായ 5 ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ആ 5-ന്റെ എണ്ണം കുറയാതിരിക്കണമെങ്കിൽ ആ 5 എന്ന എണ്ണത്തിന്റെ കൂടെ എണ്ണം കൂട്ടുകയല്ലാതെ കുറക്കാൻ പാടില്ല എന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെല്ലാവരും പോയി വോട്ട് ചെയ്യണം. അടുത്ത വർഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്തും നമ്മുടെ ചില സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടാകും. അങ്ങനെ മലയാളികളാകെ രംഗത്തുണ്ടാകുമ്പോൾ മലയാളികളാകെ ഒറ്റക്കെട്ടായി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ നമ്മൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെയും ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇനിയും മലയാളികൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ. അങ്ങനെ പോകുന്ന ഉയരങ്ങളിലേക്ക് റാന്നിയിൽ നിന്നും ഒരുപാട് ആളുകൾ വരട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.